അത്ര കോൺഫിഡൻസും അത്ര ഫ്രീഡവും അല്ലേ? ഞങ്ങൾ ബിഗ് ബോസ് കാറ് കൊണ്ടുവരുന്നു. ഞാനത് വിചാരിച്ചു. ആ എൻട്രിയുള്ള സമയത്ത് ഞാൻ കാറുണ്ടാവുന്ന വിചാരിച്ചു. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കാറില്ല, നടന്നു പോയി. സാധാരണ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാവരും ആളും അറിയില്ല. പകുതി ആൾക്കാർ ബിഗ് ബോസിലെ സായിബ്രോ ബിഗ് ബോസിൽ ഇന്നോവ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അത് വേറെ കാറ് കണ്ടപ്പോഴത്തേക്ക് കൈമ അച്ഛൻ വരില്ല. അതാണ് മൊത്തം ട്രോളായിരുന്നു. സായി ശരിക്കും സായി ഇതായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ് സത്യത്തിലായി. സത്യം പറയട്ടെ, ഇങ്ങനെ തന്നെയാണ്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നു. ആളുമല്ല ആയിരുന്നു അങ്ങനെ തന്നെ. പക്ഷെ എന്റെ റിയൽ ലൈഫിലേക്ക് ഈ സാധനം വന്നതാണ് എനിക്ക് ഭയങ്കര സീൻ. അത് മാറ്റാൻ കുറച്ച് പാടുള്ള കാര്യം. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറെ ആൾക്കാരോട് ഞാൻ ഇത്ര കാഷ്വലായിട്ടും സംസാരിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര മറ്റേ വർത്തന്നെ. ബിഗ് ബോസിൽ പറഞ്ഞായിരുന്നു കുറച്ച് അഹങ്കാരമുള്ള ആളായിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അത് മാറിയത്. എടാ അഹങ്കാരം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ശരിക്കും അഹങ്കാരം ഇല്ല, വെറുതെ പറഞ്ഞു. ഇനി റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോ ഇനി ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ചെയ്ത പോലെ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു എന്തൊക്കെയായിരിക്കും മെയിൻ കാര്യം വീഡിയോയുടെ? ഇനിയിപ്പോ സായിച്ചിട്ട് ഫാമിലിക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചു, ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാർ വന്ന് കണ്ടു പോകുമ്പോൾ പൈസ കിട്ടും, കമന്റും കിട്ടും, വ്യൂവും കിട്ടും. നാളെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ നമുക്ക് പിടിച്ചുകൊണ്ടുവരുന്നു. ഇവളെന്നെ നോക്കാം. മനസ്സിലാക്കാത്ത കോമ്പോ ശശി കളി നിങ്ങളുടെ റൊമാൻസ് കണ്ടിട്ട് നന്ദന കണ്ണൊക്കെ പൊത്തിക്കണ്ടായിരുന്നു ലിപ് ലോക്ക് കണ്ടിട്ട്. അല്ല പിന്നെ അതിന്റെ ശേഷം ആ കണ്ണുകൊത്തിൻ്റെ അടി കണ്ടില്ല. ഇല്ല ചേട്ടൻ ഞാനും വേണ്ടില്ല, നിങ്ങളുടെ വേണ്ടില്ല. ശാന്തൻ സായി ആണ് ഇനി അല്ലെ സീക്രട്ട് ഏജന്റ് മാറി. പേഴ്സണൽ ലൈഫിലേക്ക് ഇനി സീക്രട്ട് ഏജന്റ് ഞാൻ കയറ്റില്ല. അത് ഞാൻ അതിനകത്തന്നെ ഉറപ്പിച്ചു. പേഴ്സണൽ ലൈഫിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഈ മീശ ലൈഫ് അത് വേറെ തന്നെ ആയിരിക്കും. മീശയുടെ കാര്യമൊക്കെ അടിച്ചപ്പോൾ ആകെ വന്നൊരു ട്രോള് കണ്ണാപ്പി എന്നൊരു സാധനം. ഈ കണ്ണാപ്പി മോശമാണ്. ഞാൻ അതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ണെന്നുള്ള പേര് ദൈവത്തിന്റെ പേരല്ലേ? അമ്പലത്തിൽ കയറിയിട്ട് കണ്ണാപ്പി ഞാൻ വെച്ച് കണ്ടിട്ട് കേട്ടില്ല. വിളിക്കേണ്ടവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ പുറത്ത് അങ്ങനെ വിളിക്കാലോ ദൈവത്തിന്. കണ്ണാപ്പി എന്നൊക്കെ പറയുന്നതിനോട് അതൊക്കെ ഞാൻ സന്തോഷത്തിലുണ്ട്. രസമാണ്. ചേച്ചി എങ്ങനെയുണ്ട് കണ്ണാപ്പിനെ? പണ്ട് കണ്ണാപ്പി, ഇപ്പൊ കണ്ണാപ്പി തന്നെ വിളിക്കണേ. പണ്ട് വേറെ അതൊന്നും മാറിയില്ലേ? അത് മതി. സായിബ്രോ ബിഗ് ബോസ് പോയ സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ എപ്പോ പൊട്ടിത്തെറിക്കും വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിപ്പോ ഭയങ്കര ഡീസെന്റ് ആയിട്ട് നോർമൽ ആയിട്ടാണ് ഇപ്പൊ സായിബ്രോ. അപ്പൊ അതൊക്കെ എന്താണ് അങ്ങനെ? ഒന്നുമില്ല, എനിക്ക് അവിടെ ചെന്നപ്പോ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന ആളായിട്ട് കാണുന്നുണ്ടായിരുന്നു. അണക്കോ തന്നെ അല്ല എല്ലാവർക്കും ആഗ്രഹം കൊണ്ടാണല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചു. ബിഗ് ബോസ് എന്ന് പറയുന്നത് 100 ദിവസം അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻറ്റയർ ലൈഫാണ്. സാധനം അവിടെ പലതും നമുക്ക് ഗിമിക്കായിട്ട് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തിരിച്ചടിച്ച് രാജാവ് രായാവായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ റിയാലിറ്റിയിൽ നിൽക്കുന്ന ഞാൻ ഇനി അങ്ങോട്ടും മരണം വരെ ഈ റിയാലിറ്റിയിലാവും. പിന്നെ അവിടെ ആർക്കും ഹോണ്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല.
മറ്റേതെന്തായി വേറൊരു സാധനം എടുത്ത് മുഖത്ത് വെച്ച് എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് പൊട്ടിത്തകർന്നു. പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പുറത്തെ രാജാവ് ഉണ്ടായിരുന്ന ചത്തുകുത്തി സൈഡിൽ കിടക്കും. എന്തിനാ അതിൻ്റെ ആവശ്യം? അല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുറത്തു നിന്ന് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റന്റിനും റോസ്റ്റ് ചെയ്യണ സമയത്ത് ഇതായിരുന്നു ബിഗ് ബോസ് എന്ന് സംസാരിച്ചു. അകത്ത് പോയപ്പോൾ ശരിക്കും അയ്യോ ഞാൻ ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയുണ്ട്. കമന്ററി ക്രിക്കറ്റിൽ എന്ന് പറയുന്ന ആളുകൾ ഒരു ബാറ്റ് എടുത്ത് കൊടുത്തു, സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കും, പോയി ഡ്രൈവ് അടിക്കാൻ പറ്റുമോ? വിരാട് കോഹ്ലിനെ സിക്സ് അടിക്കാൻ പഠിപ്പിക്കും, സിക്സ് അടിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് അത് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. അത് ഇവിടെ മാത്രമൊന്നും ബിഗ് ബോസിലുണ്ടായിരുന്നവരെയൊക്കെ വിമർശിച്ചപ്പോൾ സ്വയം ബിഗ് ബോസിലോട്ട് പോവാണ്. അപ്പം എനിക്കും വിമർശനങ്ങൾ വരുമെന്ന് പറയാലോ. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് ഏത് ലെവൽ വരെ പോകും? അല്ലെങ്കിൽ അത് എക്സ്ട്രീം ലെവൽ വരെ പോകുന്നില്ല. മതവും രാഷ്ട്രീയമായിരുന്നു ഞാൻ മെയിനായിട്ട് സിനിമയിൽ. ഏത് എക്സ്ട്രീമിലും പിന്നെ ട്രോൾ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വിമർശനങ്ങൾ വരുന്നത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ വിമർശിക്കുന്നതും അരിയാണ്, എല്ലാം അരിയാണ്. എൻഡ് ഓഫ് ദ ഡേ മോണിറ്ററി ബെനിഫിറ്റും ആയിരിക്കാം, ട്രാക്ഷൻ ആയിരിക്കാം. ശരി, അത്രേ ഉള്ളൂ. ഞാൻ വേറെ എൻ്റെ ലൈഫിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇതൊന്നും ബാധിക്കാതിരുന്നത് എനിക്ക് വേറെ വിഷയം. പിന്നെ ഒരു സായി കാര്യം, ബിഗ് ബോസിൽ പോയതിനു ശേഷം സായിയെ വെറുത്തിരുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് കുറെ ആളുകൾ വന്ന് കമന്റിലൊക്കെ വന്ന് പറയുന്നുണ്ട്. ഇഷ്ടം പോലെ എല്ലാവർക്കും പ്രശ്നം അറിയോ? പ്രശ്നം വെച്ചാല് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും കാണേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയാണ്. അത് മിസ്സായി. അത് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ബ്രോ അവിടെയുള്ള സമയത്ത് ബിഗ് ബോസിനെതിരായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇപ്പോൾ ഈ ബിഗ് ബോസ് കാസ്റ്റിങ്ങിന് ഇതിനായിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഖിൽമാരാര്. അത് ഞാൻ ഈ സാധനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. കണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ല, ഈ കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിട്ടുവീഴ്ച അവർ ചെയ്യുന്നുണ്ടോ? അപ്പോഴല്ലേ ഇതൊന്ന് നോക്ക്. അല്ല, അതല്ല ഒരു വിഷയം അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ അഖിൽമാർ പറഞ്ഞ് സംഭവം അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. ലേഡീസ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം പറഞ്ഞു. ആളെ പേര് പറഞ്ഞില്ല. അപ്പൊ ആള് ചോദിച്ചെന്ന് വെച്ചാല് സായിക്ക് വല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചത്. അറിയില്ല. ഉണ്ടോ? അതുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ എടുത്തു. അല്ല, ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ല. അപ്പൊ എനിക്കുണ്ടെങ്കിലല്ലേ ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നും ബിഗ് ബോസിന്റെ ക്രൂവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ജാസ്മിന് ഭയങ്കര ഹേറ്റ് ആയിരുന്നു, അറിയാമായിരുന്നല്ലോ സായിക്ക്. ഇപ്പോ ആ ജാസ്മിനെ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് കുറഞ്ഞു. കാരണം ഗെയിമാണ് പുള്ളിക്കാരി കളിക്കുന്നത് മനസ്സിലായി. അപ്പൊ ഉള്ളിലുണ്ടായപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ജാസ്മിന്റെ? ജാസ്മിൻ ഗബ്രി ആ ഒരു കോമ്പിനേഷൻ ഫിനാൻസ് ഉണ്ട്. ഞാൻ പുറത്തുനിന്ന് ഒരു വീഡിയോ പല രീതിയിലും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരു പ്രവണത ഇത് ഓരോരുത്തരുടെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓരോരുത്തർ ഇഷ്ടമാണ് അവിടെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം ഈ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നടന്നിരുന്നു. ഇപ്രാവശ്യം റോക്കി ബായി മുഖത്തടിച്ചായിരുന്നു സിജോടെ. അപ്പോൾ ഈ ഇത്തരം പ്രവൃത്തികളൊക്കെ സമൂഹത്തിൽ ഹൈക്കോടതി വരെ ചർച്ച ചെയ്യാൻ ഒരു വിഷയമായിരുന്നു ഈ കാര്യം. ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഷ്ട്രീയക്കാരുടെ നോട്ടിന് കുത്തികൾ ഹൈക്കോടതിയിലോട്ട് സുപ്രീം കോടതിയിലോട്ട് അതിലൊന്നും ഇല്ലല്ലോ ആരും. ഇപ്പം ആർക്കൊന്നും വേണ്ട. രാഷ്ട്രീയം മതമൊന്നും തമ്മിൽ കുത്തിച്ചാണ്. അത് വിഷയമല്ല. ഇതിനകത്ത് ഇടപെടണം. ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഷോയിനകത്ത് വൈപ്പ് അയാൾ ആളെ കളഞ്ഞില്ല, കഴിഞ്ഞ അത്ര തന്നെ ഉള്ളൂ. അയാൾക്ക് ഇനി ബിഗ് ബോസ് എന്ന് പറഞ്ഞ പേരിൽ എക്സിസ്റ്റൻസ് ഇല്ല. സിമ്പിളാണ്. മുകളിൽ വേറെ എനിക്ക് തോന്നുന്നു ഈ ഷോ നിർത്തിക്കണം എന്നൊക്കെ പറയുന്നവരുടെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണ്ടേ? മതത്തിന്റെ പേരിൽ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ മതം ഒഴിവാക്കുവാണെങ്കിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കുത്തിക്കൊന്നു രാഷ്ട്രീയം ഒഴിവാക്കുവാണെങ്കിൽ അതൊരു ഇറലവൻസ് ആണ്. ചുമ്മാ പറഞ്ഞൊരു ടൈമിൽ പറഞ്ഞിതാക്കാനുള്ള കാര്യമില്ല.
ഷായി ഒരുപാട് ഈ പ്രീ ജഡ്ജ്മെന്റോട് കൂടിയായിരിക്കുമല്ലോ ബിഗ് ബോസിലേക്ക് പോയത്, ഫസ്റ്റ് പോയത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച പരിപാടി അല്ല ഇത്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ലോക്കായി പെട്ടുപോയി എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതായിരിക്കും? അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടിയ പെർഫോം ചെയ്തു. ഞാൻ എന്റെ മനസ്സിൽ കൃത്യമായ പ്ലാനുണ്ടായിരുന്നു. ചേട്ടാ അച്ഛൻ മേത്ത് കൈ വെച്ചിട്ട് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇറങ്ങുന്ന ഒരു കണ്ടസ്റ്റൻസിന് പോലും എനിക്കൊരു പ്ലാനിങ് ഇല്ല എന്ന് പറയാൻ പറ്റും. എനിക്കറിയില്ല അവർ പറയുന്നുള്ളത്. എന്റെ പ്ലാനുകൾ ഞാൻ അവിടെ ക്ലിയർ ആണ്. അത് പുറത്ത് വന്ന ആളുകളിലേക്ക് എത്തുമില്ല. അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്തൊരു ഈ ഷോ എന്ന് പറയുന്ന ഒരു നറേഷൻ അവർക്ക് ഈ ഒരു വ്യക്തിയുടെ നറേഷൻ കാണും. എല്ലാ സിനിമയ്ക്ക് അങ്ങനെ തന്നെയല്ല, ഒരു വ്യക്തികൾക്ക് ഒരു നറേഷൻ കാണും. എന്താ എങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മള് ഗെയിം കളിക്കുക, നമ്മളെ ബാക്കി റെസ്റ്റ്. അവസാനമായിട്ട് ഒരു ഫൈനൽ 5 ഒരു കപ്പടിക്കുന്ന ഒരാളാണ്. അത് ടു ഏർലി. ഒരു സീസണെ പോലും അല്ല. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നുണ്ട്, വോട്ടിംഗ് ലൈൻ ഓഫ് ആവണ 1 മണിക്കൂർ മുമ്പ് വരെ ഈ ഗെയിം ഇതിനകത്തൊരു രാജാവ് രാജ്ഞിയൊന്നും ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും കപ്പടിക്കാം, ആർക്കും കപ്പടി. ഞാൻ പറഞ്ഞല്ലോ, ആ വോട്ടിംഗ് ലൈൻ ഓഫ് ആവുന്ന ഒരു 1-2 മണിക്കൂർ മുമ്പ് വരെ കളി. അതെങ്ങനെ അതിന്റെ പിന്നില് ഏഷ്യാനെറ്റാണോ അതോ ജനങ്ങളാണോ തെരഞ്ഞെടുക്കുന്നത്? പിന്നെ ജനങ്ങൾ പൊട്ടന്മാരാണ്. ഏഷ്യാനെറ്റ് 10 ആളെ അങ്ങനെ മാറുന്നു പറഞ്ഞല്ലോ, അങ്ങനെ മാറാ അങ്ങനെ ആ ജനങ്ങളല്ലേ മാറ്റണേ. ജനങ്ങളാണ് മാറ്റുന്നത്. വോട്ടിംഗ് ലൈൻ ഓപ്പൺ അല്ലേ, ജനങ്ങളല്ലേ. ഞാൻ പറഞ്ഞ സാധനം മറക്കരുത്. ജനങ്ങൾ വോട്ടിംഗ് ലൈൻ ഓഫ് ആവുന്ന വരെ ഒരാൾക്ക് പെർഫോം ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. കഴിഞ്ഞ മുന്നത്തെ സീസണിലൊക്കെ 40-50 ഒരാളെ പിടിച്ച് കയറ്റും. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ തന്നെ ആകെ എല്ലാവരും ഓക്കെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇല്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്റ്റാർ മാജിക്കും അവർ ട്രോൾ ചെയ്യിച്ചു 10 ആളെയും വെച്ചിട്ട്. ബിഗ് ബോസ് ഇത്രയും കോടിക്കണക്കിന് പക്ഷെ ജിൻഡോക്ക് ഭയങ്കര ഫാൻ പവർ ആണ് പുറത്ത്. അപ്പം ആ ഒരു ഫാൻ പവർ വെച്ചിട്ട് ജിൻഡോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ കപ്പടിക്കാം. ഫാൻ പവർ വോട്ടായാലേ കപ്പാവും. ഫാൻ പവർ ഈസ് ഡിഫറെൻറ്റ്, വോട്ടിംഗ് സാധനം എൻ്റെ രണ്ടാണ്. ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഒരു ന്യൂട്രൽ ക്രൗഡ് ഉണ്ട് ബിഗ് ബോസ്. അവിടെ ഇവിടെ നിൽക്കാത്തൊരു ന്യൂട്രൽ ക്രൗഡ്. അവരാർക്കും കുത്തിക്കൊണ്ടുള്ളൊരു അവസാനം മനസ്സിലാവും. മറ്റേ ഇലക്ഷൻ റിസൾട്ടിന്റെ അടിയിൽ ഇതിന്റെ ഒപ്പം വോട്ടിംഗ് റിസൾട്ട് പറഞ്ഞോണ്ടിരിക്കുക. അതെങ്ങനെ പറയാൻ അവർക്ക് മാറിപ്പോയതാ തോന്നുന്നു. പിന്നെ മറ്റേ ഞാൻ വാഴയാണല്ലോ, ഒന്നും പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. കഴിക്കട്ടോ, ഓക്കെ, കഴിക്കും. നിങ്ങൾ കഴിക്കും.